കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഒഴിച്ച് മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം അനുകൂലമായി വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ CJPയുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 2, 3, 4 മണിക്കൂറോളം ചർച്ച നടത്തി ഗവൺമെൻറ് BJP പ്രതിനിധി JP നദ്ദയും ജിതേന്ദ്ര സിംഗും CJPയുടെ പ്രതിനിധികളായി സൗരഭ് ദാസും അശുതോഷ് രംഗയുമായിരുന്നു. നേരത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വെച്ച് ചർച്ച നടത്താമെന്ന തീരുമാനത്തിലായിരുന്നു ഇന്നലെ. പക്ഷേ ഇന്ന് സമയമായപ്പോൾ ആ ചർച്ചയുടെ സ്ഥലം മാറി, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ നിന്ന് മാറി VP ഹാളിലേക്ക് ആണ് ചർച്ച നടന്നത്. അവിടെ JP നദ്ദയും ജിതേന്ദ്ര സിംഗും CJPയുടെ പ്രതിനിധികളായ സൗരഭ് ദാസും അശുതോഷ് രംഗയും അവർ ഏകദേശം 3-4 മണിക്കൂർ ചർച്ച നടത്തിയെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി രാജിയുടെ കാര്യത്തിൽ തീരുമാനമായില്ല. അതിന് സമയം വേണം, നാളെ പറയാം എന്ന് പറഞ്ഞിട്ടാണ് ചർച്ച അവസാനിപ്പിച്ചത്. ഡൽഹിയിലെ ജന്തർ മന്ദിറിലെ കഴിഞ്ഞ 10-50 ദിവസമായിട്ട് CJPയുടെ കുട്ടികൾ അല്ലെങ്കിൽ ജെൻസി അവിടെ സമരത്തിലാണ്. ആ സമരം 48ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോൾ അവിടെ കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധി എത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. കോൺഗ്രസിൻ്റെ ഡിമാൻഡും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഡിമാൻഡ് ആ മന്ത്രിയുടെ രാജിയിലല്ലാതെ ഒരു പരിഹാരം ഇതിനകത്തുണ്ടാകില്ല. അതുതന്നെയാണ് CJPയുടെ ഡിമാൻഡ്, കോൺഗ്രസിൻ്റെ ഡിമാൻഡ് അത് തന്നെ. ലോക്സഭ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് അവിടെ വാക്പോരുകൾ നടക്കുകയാണ്, പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിൽ. അവിടെ 4-5 ദിവസങ്ങളായിട്ട് അവിടെ സഭ പല പ്രാവശ്യവും നിർത്തിവെച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഇതൊരു പ്രത്യേക സ്ഥിതിവിശേഷം തന്നെയാണ്. കാരണം അമേരിക്കയിൽ ഉണ്ടായിരുന്ന CJPയുടെ നേതാവ് അല്ലെങ്കിൽ CJP സ്ഥാപിച്ച അഭിജിത്ത് ദീപ്കെ, അദ്ദേഹം ഡൽഹി എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. അണികളാരും വേണ്ട എന്ന് അന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ ശ്രമിച്ചപ്പം പോലീസ് തടഞ്ഞു. അവിടെ ചില ചർച്ചകളുണ്ടായി. സമാധാനപരമായ ഒരു സമരമായിരിക്കും, അതിന് യാതൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം സമരം നടത്താൻ അനുവദിച്ചു വിട്ടു. ജന്തർ മന്ദിറിൽ അങ്ങനെയാണ് സമരം തുടങ്ങിയത്. അതിനുശേഷം അപ്രതീക്ഷിതമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് 2-3 ദിവസം മുമ്പ് രംഗത്ത് വന്നത്. അത് സമരക്കാർക്ക് വലിയ വീര്യമുണ്ടായി. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും നേതാക്കന്മാർ അങ്ങോട്ട് ഒഴുകി. കേരളത്തിലെ MP മുഴുവൻ അവിടെ എത്തി. കേരള മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയും അവിടെ എത്തി, ഖാർഗെയുടെ ഒപ്പം ചേർന്നു. ഇന്ത്യയിൽ വലിയൊരു രാഷ്ട്രീയമായ സംഭവവികാസം തന്നെയാണത്. കഴിഞ്ഞ കുറേ വർഷങ്ങൾ അധികാരം നുണഞ്ഞുകൊണ്ടിരുന്ന BJPക്കെതിരായി അതിശക്തമായ ഒരു നീക്കം തന്നെയാണിത്. BJPയുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതെ ഇതിന് ഒരു പരിഹാരം ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ ജന്തർ മന്ദിറിലേക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗത്തു നിന്ന് ജെൻസിയുടെ പ്രവാഹം ഉണ്ടാകുന്നു. അതുതന്നെയുമല്ല, അത് ചർച്ചകളോടെ പരിഹരിക്കുന്നതാണ് ബുദ്ധിപരമായ നീക്കം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ മന്ത്രിയുടെ രാജി തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ നീറ്റ് പരീക്ഷയിൽ പല കൃത്രിമങ്ങളും നടന്നു. 152 പ്രാവശ്യം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുണ്ടായി. ആ പ്രതികൾക്കെതിരായിട്ടൊരു നടപടി ഉണ്ടായില്ല, അതിനൊരു കേസെടുത്തില്ല. ഇപ്പോൾ CJP പാർട്ടി പാർട്ടികൾ അല്ലെങ്കിൽ CJP ജനതാ പാർട്ടി എത്തിക്കഴിഞ്ഞപ്പം കേസുകളൊക്കെ എടുത്തു. അതിന് പ്രത്യേക ട്രയൽ കോടതി ഉണ്ടാക്കാവുന്നവരെ എത്തി. എങ്കിലും കാര്യങ്ങൾ അത്ര പന്തിയല്ല. ഈ ഒരു രാഷ്ട്രീയ തീരുമാനം നാളെ CJPക്ക് അനുകൂലമായിട്ട് എടുത്തില്ലെങ്കിൽ രംഗം പ്രക്ഷുബ്ധമാകും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ജന്തർ മന്ദിറിൽ
ആ കുട്ടികൾ ഭാവിച്ച് അവിടെ കിടക്കുകയാണ്. അവർക്ക് ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും അവർക്ക് ആഹാര സാധനങ്ങൾ ഓൺലൈനിൽ അവിടെ എത്തുകയാണ്. ആഹാരം മാത്രമല്ല, അവർക്ക് പനിയുള്ളവരുണ്ട്, ചുമയുള്ളവരുണ്ട്, മുറിവേറ്റവരുണ്ട്, പോലീസിൻ്റെ അടികൊണ്ട് അതിനുള്ള മരുന്നുകളും ഓൺലൈനിൽ അവിടെ എത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അവിടെ ഇതുപോലെ ജൻസിക്ക് അല്ലെങ്കിൽ CJPക്ക് വന്നു ചേരുന്ന പാഴ്സൽ സ്വീകരിക്കാൻ പ്രത്യേകം ആൾക്കാരെ നിയോഗിച്ചു കഴിഞ്ഞു. അതുപോലെ നാനാ ഭാഗത്തു നിന്നും അവർക്കാവശ്യമായ ആഹാര സാധനങ്ങളും മരുന്നുകളും ആ പെൺകുട്ടികൾക്കുള്ള പാടുകൾ വരെ അവിടെ എത്തുകയാണ്. അതുകൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ഇന്ത്യയുടെ ചെറുപ്പക്കാർ മുഴുവൻ ഡൽഹിയിൽ സമ്മേളിക്കാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തിന് അരാജകത്വം ഉണ്ടാകാതെ ഈ മന്ത്രിയുടെ രാജി വെപ്പിച്ച് മാറുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഈ കുട്ടികളുമായിട്ട് ചർച്ച ചെയ്ത് ആ കുട്ടികളെ ഉപദ്രവിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് കേസെടുക്കുക, അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യണം. പെല്ലറ്റ് ഇഞ്ചുറി ഉണ്ടായി. ഭരണഘടന അനുസരിക്കുന്ന രീതിയിൽ ഒരു സമാധാനപരമായ ഒരു പ്രകടനവും സത്യാഗ്രഹവും ഒക്കെ നടത്തുന്ന കുട്ടികളുടെ നേർക്ക് പെല്ലറ്റ് കൊണ്ട് അവർ വെടിവെച്ചിരിക്കുന്നു. ഒരു കുട്ടിയുടെ കണ്ണുപോയി, അയാളുടെ ദേഹം നിറയെ പെല്ലറ്റുകളുണ്ട്, ഹോസ്പിറ്റലിൽ കിടക്കുന്നു. പോലീസിൻ്റെ ലാത്തി ചാർജ് തലയ്ക്കടിയേറ്റ് നടുവിനടിയേറ്റ് അവിടെ 21 വയസ്സുള്ള ഒരു പെൺകുട്ടി അതീവ ഗുരുതാവസ്ഥയിൽ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ കിടക്കുകയാണ്. പൊതുവേ ഇന്ത്യയിലെ ഇപ്പം ഭരണകക്ഷിയുടെ സ്ഥിതി അല്പം മോശം തന്നെയാണ്. ഇത് അടിച്ചൊതുക്കാം എന്ന് കരുതി CRPയുടെ ഏകദേശം 50 ബറ്റാലിയൻ പടയാളികൾ അവിടെ നിരന്നു കഴിഞ്ഞു. ഡൽഹിയിലെ ഈ കുട്ടികളെ ജന്തർ മന്ദിറിൽ അടിച്ച കൂട്ടത്തിൽ RSSൻ്റെ ആൾക്കാരുണ്ടായിരുന്നു എന്ന ആരോപണം രംഗത്ത് വന്നിട്ടുണ്ട്. പൊതുവെ കലാപകലുഷിതമായ ഒരു അന്തരീക്ഷം ഡൽഹിയിലായി കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് CJPയുടെ ആൾക്കാർ അങ്ങോട്ട് നീങ്ങും. കുട്ടികൾ അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു, അക്രമ രാഷ്ട്രീയത്തിന് എതിരാണ്. അവരെ ഗാന്ധിജിയെ ഓർക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതൊരു സിംബോളിക്കായിട്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പോയി അവിടെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ പ്രതിപക്ഷ ഐക്യനിരയിലെ MLAമാരും അവിടെ എത്തി ഗാന്ധിയുടെ മുമ്പിൽ പ്രണാമം അർപ്പിച്ച ശേഷം അവർ സത്യാഗ്രഹ സ്ഥലത്തേക്ക് എത്തി. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഡൽഹിയിലെ നീക്കങ്ങൾ. 1887 നമ്മൾ വിപ്ലവമൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് ബ്രിട്ടീഷുകാരെ ഓടിച്ച വിപ്ലവം നമുക്കറിയാം. അതുകൊണ്ട് ഡൽഹിയിലെ ആ അന്തരീക്ഷം ശാന്തമായിരിക്കണം. കുട്ടികൾ സമാധാനപരമായ സത്യാഗ്രഹത്തിലും സമാധാനപരമായ സമരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കൊടുക്കുന്നതായിരിക്കും ബുദ്ധി. അത് ആ മന്ത്രി രാജിവെക്കുക, ആ കുട്ടികൾക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കുക. അതേസമയത്ത് നീറ്റ് പരീക്ഷയിൽ കൃത്രിമം കാണിച്ച് എല്ലാവർക്കെതിരായിട്ട് FIR പ്രത്യേകം തയ്യാറാക്കി 2-3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി അവരുടെ പേരിലുള്ള ചാർജ് ഷീറ്റ് കോടതിയിൽ ഹാജരാക്കുക. അതിനുശേഷം ആ നീറ്റ് പരീക്ഷയിൽ തോറ്റ പല കുട്ടികളും അവരെ ജീവൻ വെടിഞ്ഞിട്ടുണ്ട്. അവർക്ക് ഓരോ കോടി രൂപ കോമ്പൻസേഷൻ കൊടുക്കണം. 21 കുട്ടികൾ മരിച്ചിട്ടുണ്ട്. അത് വലിയൊരു തുകയൊന്നുമല്ല. 1 കോടി രൂപയെങ്കിലും കൊടുത്ത് ആ പ്രശ്നവും പരിഹരിക്കണം. രാജ്യം അരക്ഷിതാവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. അത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. അതുകൊണ്ട് ചർച്ചയിലൂടെ ഈ പ്രശ്നം അടിയന്തരമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും രാജ്യസുരക്ഷയ്ക്ക് നല്ലത്.